ഹായ് ഫ്രണ്ട്സ്, സാങ്കേതികം 2020 ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു പുതിയ ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യത്തെ വീഡിയോയിൽ ഒരു ടി വി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് സ്ക്രീനിൻ്റെ വലിപ്പം, ടി വിയുടെ റെസൊല്യൂഷൻ, പിന്നെ ടി വി ടൈപ്പിനെ കുറിച്ചും, അതായത് LED, LCD, QLED, OLED എന്നിങ്ങനെ. വീഡിയോയുടെ ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണാൻ ശ്രമിക്കുക. ഈ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടി വിക്ക് ഉണ്ടായിരിക്കേണ്ട മിനിമം ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫീച്ചറുകളെ പറ്റി പറയുമ്പോൾ ആദ്യം സ്മാർട്ട് എന്ന ഫീച്ചർ തന്നെ പറയേണ്ടി വരും. സ്മാർട്ട് ടി വി വാങ്ങണോ, സാധാരണ ടി വി വാങ്ങണോ? മൊബൈൽ ഫോണുകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകളിലേക്കുള്ള ആ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് മൊബൈൽ ഫോണുകൾ ലോകം കൈവെള്ളയിൽ ഒതുക്കി എന്നാണ്. എന്നാൽ സ്മാർട്ട് ടി വിയുടെ കാര്യത്തിൽ ആ പ്രയോഗം കടമെടുക്കുകയാണെങ്കിൽ ലോകത്തെ അതിൻ്റെ വിശാലതയോടെ നമ്മളുടെ സ്വീകരണ മുറിയിൽ വിരിച്ചു വെക്കുകയാണ് സ്മാർട്ട് ടി വികൾ ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. ശരിക്കും ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ഒരു പുതിയ ടി വി വാങ്ങുമ്പോൾ സ്മാർട്ട് ടി വി വാങ്ങണോ, സാധാരണ ടി വി വാങ്ങണോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഇനിയുള്ള കാലങ്ങളിൽ സ്മാർട്ട് ടി വി ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമായി തന്നെ നിലനിൽക്കും. എന്താണ് സ്മാർട്ട് ടി വിയുടെ മേന്മകൾ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായമില്ലാതെ തന്നെ വലിയൊരു സ്ക്രീനിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സ്മാർട്ട് ടി വിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. യൂട്യൂബ് പോലെയുള്ള മീഡിയ സ്ട്രീമിംഗ് സർവീസുകളിൽ നിന്നും വിനോദപരമായതും വിജ്ഞാനപരമായതുമായ നിരവധി വീഡിയോകൾ കാണാൻ കഴിയും. എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമായ നിരവധി പഠന വീഡിയോകളും ക്ലാസുകളും ട്യൂട്ടോറിയലുകളും കൊണ്ട് സമ്പന്നമാണ് യൂട്യൂബ്. വിനോദവും വിജ്ഞാനവും ഒരേപോലെ വിളമ്പുന്ന യൂട്യൂബ് സൗജന്യമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്മാർട്ട് ടി വികളിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത DTHനേക്കാളും വളരെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ക്വാളിറ്റിയുള്ള ചാനലുകൾ നമുക്ക് ഓൺലൈൻ വഴി കാണാവുന്നതാണ്. ഇതിലേക്കായി നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പെയ്ഡ് സർവീസുകളും MX പ്ലെയർ പോലെയുള്ള ഫ്രീ സർവീസുകളും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ മിററിംഗ് എന്നറിയപ്പെടുന്ന മിററിംഗ് സർവീസാണ്. ഈ സർവീസ് ഉപയോഗിച്ച് നമുക്ക് സ്മാർട്ട് ഫോണുകളിൽ നിന്നോ ലാപ്ടോപ്പുകളിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ പ്ലേ ചെയ്യുന്ന വീഡിയോ ടി വി സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. സ്മാർട്ട് ടി വികളിലെ മറ്റൊരു പ്രത്യേകതയാണ് DLNA അഥവാ ഡിജിറ്റൽ ലിവിംഗ് നെറ്റ്വർക്ക് അലയൻസ് എന്നറിയപ്പെടുന്ന സർവീസ്. ഇതുപയോഗിച്ച് ടി വി കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിൽ ഉള്ള ഏതൊരു ഡിവൈസിൻ്റെയും സ്റ്റോറേജിലുള്ള ഫയലുകൾ നേരിട്ട് ടി വിയിൽ നിന്ന് പ്ലേ ചെയ്യാവുന്നതാണ്. ഇതൊരു വളരെ പ്രയോജനപ്രദമായ സർവീസാണ്. ഉദാഹരണമായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു സിനിമ സാധാരണഗതിയിൽ നമ്മൾ ടി വിയിൽ കാണണമെങ്കിൽ നമ്മൾ ആദ്യം അതൊരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്ത് ആ പെൻഡ്രൈവ് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്ത് കാണേണ്ടി വരും. പക്ഷേ DLNA സർവീസുള്ള സ്മാർട്ട് ടി വി ആണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും ടി വിയും ഒരേ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സ്റ്റോറേജ് നമുക്ക് ടി വിയിൽ നിന്ന് തന്നെ ബ്രൗസ് ചെയ്ത് നമുക്ക് ആ വീഡിയോ ടി വിയിൽ കാണാവുന്നതാണ്. PVR എന്നറിയപ്പെടുന്ന പേഴ്സണൽ വീഡിയോ റെക്കോർഡിംഗ് സർവീസാണ് സ്മാർട്ട് ടി വികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകത. ഈ സവിശേഷത ഉപയോഗിച്ച് നമുക്ക് ടി വിയിൽ വരുന്ന ഏതൊരു പ്രോഗ്രാമും ഒരു പെൻഡ്രൈവോ ഹാർഡ് ഡ്രൈവോ ടി വിയോട് കണക്ട് ചെയ്ത് നേരെ അതിലേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മാത്രമല്ല സ്മാർട്ട് ടി വി ഒരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ടി വി ആണെങ്കിൽ നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകളും ടി വിയിലും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ സ്മാർട്ട് ടി വിയുടെ പ്രധാന സവിശേഷതകളിൽ പെട്ടതാണ്. അതല്ലാതെ ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തുടങ്ങിയ മറ്റു പല സർവീസുകളും സ്മാർട്ട് ടി വികളിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഇനിയൊരു ടി വി വാങ്ങുമ്പോൾ അത് സ്മാർട്ട് ടി വി തന്നെ വാങ്ങാൻ ശ്രമിക്കുക. മാത്രവുമല്ല സ്മാർട്ട് ടി വിയും സാധാരണ ടി വിയും തമ്മിലുള്ള വില വ്യത്യാസം ഇപ്പോൾ വളരെ കുറവാണ്. ഉദാഹരണമായി ഒരു 40 ഇഞ്ച് സാധാരണ ടി വി വാങ്ങുന്നതിനേക്കാളും ഒരു 2000 രൂപ അധികം മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു 40 ഇഞ്ച് സ്മാർട്ട് ടി വി വാങ്ങാൻ കഴിയും. ഇനി പറയുന്നത് സ്മാർട്ട് ടി വി വാങ്ങേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങളാണ്. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ഇവയൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ സ്മാർട്ട് ടി വി വാങ്ങേണ്ട കാര്യമേ ഇല്ല. ടി വി വാങ്ങുന്നത് ടി വി കാണുക എന്ന ഉദ്ദേശത്തിനല്ലാതെ CCTV മോണിറ്ററുകളായോ കമ്പ്യൂട്ടർ മോണിറ്ററുകളായോ അല്ലെങ്കിൽ മറ്റു പ്രത്യേക നിർദ്ദേശങ്ങൾ മാത്രം നൽകുന്ന ഡിസ്പ്ലേ മോണിറ്ററുകളായോ മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്മാർട്ട് ടി വി വാങ്ങേണ്ട കാര്യമില്ല. അടുത്തതായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു പ്രധാന വിഷയം ടി വിയിൽ ലഭ്യമായ പോർട്ടുകളാണ്. അതിൽ തന്നെ പ്രധാനമായും പരിഗണിക്കേണ്ടത്
എത്ര HDMI പോർട്ടുണ്ട്, എത്ര USB 3 പോർട്ടുണ്ട്, എത്ര USB 2 പോർട്ടുണ്ട് എന്നിവയാണ്. TV വാങ്ങുമ്പോൾ 4 HDMI പോർട്ടെങ്കിലും ഉള്ള TV വാങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ ബഡ്ജറ്റിന് 4 HDMI പോർട്ട് ലഭ്യമല്ലെങ്കിൽ മാത്രം 3 HDMI പോർട്ടുള്ള ടിവിയിലേക്ക് പോവുക. അതിൽ കുറഞ്ഞ HDMI പോർട്ടുള്ള TV വാങ്ങുന്നത് അഭികാമ്യമല്ല. മാത്രവുമല്ല, അതിൽ ഒരു HDMI പോർട്ടെങ്കിലും ARC എന്ന ഓഡിയോ റിട്ടേൺ ചാനൽ സവിശേഷത ഉള്ള പോർട്ടായിരിക്കണം എന്നത് ഉറപ്പുവരുത്തുക. ARC എന്ന ഫീച്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, സാധാരണഗതിയിൽ ടിവിയിൽ നിന്ന് സൗണ്ട് ബാറുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു മൾട്ടിമീഡിയ സ്പീക്കറുകളിലേക്കോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന HDMI പോർട്ടാണ് ARC പോർട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്, നമ്മൾ വാങ്ങുന്നത് 4K TV ആണെങ്കിൽ അതിൽ മിനിമം HDCP 2.2 അതായത് ഹൈ ബാൻഡ് വിഡ്ത്ത് കോപ്പി പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചറിന് അനുയോജ്യമായ 2 HDMI പോർട്ടുകളെങ്കിലും ഉണ്ടായിരിക്കണം. HDCP 2.2 എനേബിൾ ആയ പോർട്ടുകൾ വഴി മാത്രമേ ഒരു 4K TV 4K വീഡിയോകൾ സ്വീകരിക്കാറുള്ളൂ. TV 4K ആണെങ്കിലും HDCP 2.2 HDMI പോർട്ടുകൾ ഇല്ലെങ്കിൽ ബ്ലൂറേ പ്ലെയറുകളിൽ നിന്നോ സെറ്റ് ടോപ്പ് ബോക്സുകളിൽ നിന്നോ 4K വീഡിയോകൾ പ്ലേ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു 4K TVക്ക് HDCP 2.2 എനേബിൾ ആയ പോർട്ടുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓഫറുകൾ എന്ന് പറഞ്ഞ് പലപ്പോഴും വളരെ വില കുറച്ച് നിങ്ങൾക്കൊരു 4K TV കിട്ടുകയാണെങ്കിൽ ആദ്യം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ USB 3 ഓഡിയോ ഔട്ടിന് വേണ്ടിയുള്ള ഒപ്റ്റിക്കൽ പോർട്ട്, ഇവ രണ്ടും ടിവിയിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട മറ്റു പോർട്ടുകളാണ്. സാധാരണഗതിയിൽ ടിവിയിൽ വരുന്ന സ്പീക്കറുകൾക്ക് വലിയ ഗുണനിലവാരമൊന്നും ഉണ്ടാവാറില്ല. അതിനു പകരം എപ്പോഴും ഒരു സൗണ്ട് ബാർ അല്ലെങ്കിൽ ഒരു മൾട്ടിമീഡിയ ഓഡിയോ സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരം സൗണ്ട് ബാറുകൾക്ക് ടിവിയുമായി കണക്ട് ചെയ്യാനുള്ള 2 വഴികളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഒന്ന് ഒപ്റ്റിക്കൽ പോർട്ടും മറ്റൊന്ന് HDMI ARC എന്ന ഓഡിയോ റിട്ടേൺ ചാനലും. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ടിവിയിൽ HDMI ARC പോർട്ടും ഓഡിയോ ഔട്ട് പോർട്ടും ഉണ്ടെങ്കിൽ ഏത് തരം സ്പീക്കർ സിസ്റ്റവുമായും നമ്മുടെ TV കണക്ട് ചെയ്യാൻ പറ്റും. ഇനി 2 പ്രധാന കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ആദ്യത്തേത് ടിവിയുടെ വാറണ്ടിയെ കുറിച്ചാണ്. TV വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വാറണ്ടി ഓഫർ ചെയ്യുന്ന TV വാങ്ങുന്നത് കൂടുതൽ കാലം കുഴപ്പങ്ങളൊന്നുമില്ലാതെ TV പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാൻ സഹായിക്കും. ദീർഘകാലം പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം കേടുവരാൻ എടുക്കുന്ന സമയം, അതായത് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയർ എന്നത് കണക്ക് കൂട്ടിയാണ് ഒരു ടിവിക്കോ മറ്റു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കോ വാറണ്ടി കമ്പനി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാറണ്ടി ഓഫർ ചെയ്യുന്ന TV കൂടുതൽ കാലം കുഴപ്പങ്ങളില്ലാതെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയും. വില കൂടിയ TV വാങ്ങുകയാണെങ്കിൽ കൂടെ എക്സ്റ്റൻഡഡ് വാറണ്ടി കൂടെ വാങ്ങുന്നത് കൂടുതൽ കാലത്തേക്ക് ടിവിയുടെ പ്രവർത്തന ലഭ്യതയും ഒപ്പം നമുക്ക് മനസമാധാനവും ഉറപ്പിക്കാൻ പറ്റും. അവസാനമായി TV ഇൻസ്റ്റാൾ ചെയ്യുന്ന ഹൈറ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. പലപ്പോഴും സുഹൃത്തുക്കളുടെയോ ബന്ധു വീടുകളിലെയോ പോകുമ്പോൾ കാണാറുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ കുട്ടികൾ TVയിൽ കൈവയ്ക്കരുത് അല്ലെങ്കിൽ അതിൽ കളിക്കരുത് എന്ന് കരുതി പലരും TV 1.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിന്ന് TV കാണുകയാണെങ്കിൽ പോലും കഴുത്ത് പിന്നിലേക്ക് വളച്ച് TV കാണേണ്ട ഒരവസ്ഥ. ഇത് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ്. വളരെയേറെ അശാസ്ത്രീയമായതും അനാരോഗ്യകരമായതുമായ ഒരു കാര്യമാണിത്. ശരിക്കും ഒരു TV ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് 3 കാര്യമാണ്. ഒന്ന് വ്യൂവിംഗ് ഡിസ്റ്റൻസ് അഥവാ VD. ഏറ്റവും അനുയോജ്യമായ വ്യൂവിംഗ് ഡിസ്റ്റൻസ് TV സ്ക്രീൻ സൈസ് × 1.67 ആണെങ്കിലും എല്ലാ വീട്ടിലും അത് പ്രായോഗികമാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ TVയിൽ നിന്ന് എത്ര ദൂരത്തിരുന്നാണ് സാധാരണ TV കാണുന്നത് ആ ഡിസ്റ്റൻസ് എടുക്കുക. അടുത്തത് ELF, അതായത് ഐ ലെവൽ ഫ്രം ദ ഫ്ലോർ. നമ്മൾ ഇരുന്ന് TV കാണുമ്പോൾ തറയിൽ നിന്ന് നമ്മളുടെ കണ്ണുകളിലേക്കുള്ള ഹൈറ്റ്, ഉയരം, അതാണ് ELF. അടുത്തത് റീക്ലൈനിങ് ആംഗിൾ, അതായത് നമ്മൾ ചാഞ്ഞിരിക്കുന്ന ആംഗിൾ. സാധാരണഗതിയിൽ സോഫ അല്ലെങ്കിൽ കസേരകൾ പലപ്പോഴും ചാഞ്ഞിരിക്കുന്ന തരത്തിലായിരിക്കും അതിൻ്റെ നിർമ്മാണം. സാധാരണഗതിയിൽ 12 മുതൽ 15 വരെ ഡിഗ്രി ആംഗിൾ ചായ്വ് ഇത്തരം സോഫകൾക്കോ കസേരകൾക്കോ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു TV ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായ 3 കാര്യങ്ങൾ ലഭിച്ചു. TV മൗണ്ടിംഗ് ഹൈറ്റ് അഥവാ TVMH നമുക്ക് 2 തരത്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ നേരെ ഇരുന്നാണ് TV കാണുന്നതെങ്കിൽ TVMH എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. നേരെ ഇരുന്നാണ് TV കാണുന്നതെങ്കിൽ TV ഇൻസ്റ്റലേഷൻ ഹൈറ്റ്, അതായത് TVയുടെ സെന്റർ നമ്മൾ ഇരിക്കുമ്പോഴുള്ള ഐ ലെവലിൻ്റെ ഉയരത്തിലായിരിക്കണം. ഇനി നമ്മൾ ചാഞ്ഞിരുന്നാണ് TV കാണുന്നതെങ്കിൽ
ടി വി ഇൻസ്റ്റലേഷൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഇനി പറയുന്ന ഫോർമുല ഉപയോഗിക്കുക. അതായത് ടി വി എം എച്ച് അഥവാ ടി വി മൗണ്ടിംഗ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 0.22 ഇൻറ്റു വ്യൂവിംഗ് ഡിസ്റ്റൻസ് പ്ലസ് ELH, അതായത് ഐ ലെവൽ ഹൈറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ടി വി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ഇതോടുകൂടി ഒരു ടി വി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കവർ ചെയ്തു എന്ന് കരുതുന്നു. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി എഴുതുമല്ലോ. പുതിയ ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.